ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഒരേ തരത്തിലൊരു വൈബ് നമുക്ക് ഫീൽ ആവും. കാര്യം എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് കുറേ ഡെക്കറേഷൻസ് ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കും അത് ആസ്വദിക്കാൻ. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലായിരിക്കും എന്ന് മാത്രം. പക്ഷേ എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. വലിയ ക്രിസ്മസ് അപ്പൂപ്പനെയും വലിയ സ്റ്റാറും ധാരാളം ലൈറ്റിങ്ങും ഒക്കെ വെച്ചിട്ടുള്ള ഈ എടപ്പള്ളിയിലെ സെൻറ്റ് ജോർജ് പള്ളിയിലത്തെ കുറച്ച് വിശേഷങ്ങൾ ഇന്ന് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ എൻട്രൻസിലുള്ള ബലൂൺ കച്ചവടക്കാർ ഉറപ്പായിട്ടും നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ളതിന് യാതൊരു സംശയമില്ല. പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് സാധാരണ ബലൂണും അല്ലെങ്കിൽ പിന്നെ പി അല്ലെങ്കിൽ വാച്ചുകൾ, കണ്ണടകൾ അങ്ങനത്തെയൊക്കെ ആയിരുന്നു. ഇന്നാണെങ്കിൽ എല്ലാം വ്യത്യാസമായി. LED ലൈറ്റുകളൊക്കെ വെച്ചിട്ടുള്ള ബലൂണുകൾ, എല്ലാത്തിലും കണ്ണടയിൽ എല്ലാത്തിലും ലൈറ്റാണിപ്പം. പണ്ട് ഞങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് എന്താ അറിയോ, ഈ സോപ്പ് വെള്ളത്തിൻ്റെ ഒരു ഇതിൽ ഫണലിട്ടിട്ട് ഇങ്ങനെ ബബിൾസ് ഉണ്ടാക്കുക. അപ്പോൾ ബബിൾസ് ഇങ്ങനെ പോകുന്ന കാണാൻ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അച്ഛനമ്മമാരാണെങ്കിലും പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പം എല്ലാം വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ അന്നത്തെ പോലെ അത് വേണ്ട, ഇത് വേണ്ട, ഇത്രയും പൈസയാണ്, അങ്ങനെയൊന്നും ആരും പറയില്ല. എല്ലാവരുടെ കയ്യിലും എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പള്ളി കുറച്ച് ഹൈറ്റിലാണുള്ളത്. അപ്പം രണ്ട് വശത്തും ഒരു വശത്ത് കൂടി കയറി മറ്റേ വശത്ത് കൂടിയാണ് ഇറങ്ങുന്നത്. ഇങ്ങനെ ഉത്സവത്തിനൊക്കെ വന്ന ഓരോ ആൾക്കാരെയൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്ത് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് അകത്ത് കയറി. ഈ പള്ളി ഒരു റൗണ്ട് ഷേപ്പാണ്. അപ്പോൾ അത് കാരണം ധാരാളം സ്പേസ് ഉണ്ട് അകത്ത്. അത് 2 ലെയറായിട്ടാണ്. അപ്പോൾ മുകളിലും ഇരിക്കാം, താഴെ ഇരിക്കാം. അപ്പോൾ മാസം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് പേർക്ക് മുകളിലിരിക്കാം, താഴെ ഇരിക്കാം. അപ്പോൾ ധാരാളം പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ആർക്കിടെക്ചറും നല്ല രസമുണ്ട്. അത് യൂറോപ്യൻ ആൻഡ് കേരള മിക്സ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പണ്ട് ഇത് ഒരു വളരെ ചെറിയ പള്ളിയായിരുന്നു. പിന്നീടാണ് അതിനെ ഇത്രയും വലിയൊരു പള്ളിയാക്കിയത്. ഒരു 5-6 കൊല്ലം ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ പള്ളി ഇപ്പോഴും അവർ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ആ പഴയ പള്ളി വളരെ പണ്ട് 6th സെഞ്ച്വറിയിലാണ് അത് ഉണ്ടാക്കിയത്. അതുകൊണ്ടാവും അവരത് മാറ്റാണ്ട് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മാത്രമല്ല കേരളത്തിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ചേർച്ചും കൂടിയാണ്. ഈ കാണുന്ന ചേർച്ച് ഉണ്ടാക്കിയിട്ട് ഒരു 4-5 കൊല്ലം ആയിട്ടുണ്ടാവുള്ളൂ. അതേപോലെ സെൻറ്റ് ജോർജിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഏഷ്യയിൽ തന്നെ ലാർജസ്റ്റ് ചേർച്ചാണിത്. അപ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട്. അത്രയധികം പഴയ ചേർച്ച് ആയതുകൊണ്ടായിരിക്കാം അവർ ആ പഴയ ചേർച്ചിനെ ഇപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവിടെ മാസം ഇതൊക്കെ നടക്കുന്നുണ്ട്. അകത്ത് നല്ല റഷായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഈ പള്ളിയുടെ എല്ലാ സ്ഥലവും, ഒരു സ്ഥലവും ഇല്ല ലൈറ്റിങ് ചെയ്യാത്തത്. അത്രയ്ക്ക് അവർ ഇലുമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഇതൊരു ന്യൂ ഇയർ കഴിഞ്ഞ ഒരാഴ്ചയും കൂടി ഉണ്ടാവും. ഇത് അവരുടെ ഗാർഡനാണ്. എല്ലാ സ്ഥലവും അവർ വളരെ ഭംഗിയായിട്ട്, വളരെ മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ധാരാളം ആൾക്കാരും വരുന്നുണ്ട് ഇത് കാണാനായിട്ട്. ഇങ്ങനെ ലൈറ്റൊക്കെ ഉള്ള ബലൂണുകൾ, പിന്നെ അതുപോലെ കുറേ ആനിമൽസിൻ്റെ ഷേപ്പുള്ള ബലൂണുകൾ, നല്ല രസമുണ്ട് അതൊക്കെ. പണ്ട് നമ്മൾ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനത്തെ ബലൂണൊന്നും കാണാറില്ലല്ലോ. നല്ല ഭംഗിയുള്ള ബലൂണുകൾ ഒക്കെ കണ്ടിരുന്നു. നല്ല രസമുണ്ട് എല്ലാം കാണാൻ. അങ്ങനെ ഞങ്ങൾ പള്ളിയെല്ലാം കണ്ട് താഴോട്ട് ഇറങ്ങി. ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് അറിഞ്ഞൂടാ, നല്ല ഭംഗിയുണ്ട്. ആ പാസേജിൽ അവർ ലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇല്ലേ, നല്ല ഭംഗിയായിട്ട് തോന്നുന്നില്ലേ? എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ എല്ലാവർക്കും വെരി വെരി ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.